ത്തിന് കീഴിൽ യുദ്ധക്കളം കത്തുന്നു. മൂന്നാം നിര യുദ്ധങ്ങളെ അതിജീവിച്ചതിന് പേരുകേട്ട ഒരു കൂലിപ്പട്ടാളക്കാരനായ നമ്മുടെ MC ജാക്ക് കുഴപ്പങ്ങൾക്കിടയിൽ മറ്റൊരു ദിവസം പോലെ നിൽക്കുന്നു. തൊഴിലുടമകൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളതിനാൽ കൂലിപ്പട്ടാളക്കാർക്ക് ഭ്രാന്തമായ പണം ലഭിക്കുന്നു. പക്ഷേ ജാക്കിനും പരിധികളുണ്ട്. അവൻ ഒരു ലൈറ്റർ തീയിലേക്ക് എറിയുകയും പ്രഭുക്കന്മാരെല്ലാം ഒരുപോലെയാണെന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നു. അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ അവർ ഭൂമിയോ പട്ടയങ്ങളോ കൈമാറുന്നതുപോലെ പെരുമാറുന്നു. എന്നാൽ കാര്യങ്ങൾ മോശമാകുമ്പോൾ അവർ വാക്കുകൾ വളച്ചൊടിക്കുകയും വ്യവസ്ഥകൾ ചേർക്കുകയും തുടക്കം മുതൽ എല്ലാം സമ്മതിച്ചതായി നടിക്കുകയും ചെയ്യുന്നു. ജാക്ക് തന്നെ കമാൻഡർ എന്ന് വിളിക്കുന്ന ഒരു പട്ടാളക്കാരനോടൊപ്പം നിൽക്കുന്നു. ജാക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കമാൻഡർ ശാന്തമായി പറയുന്നു. നിങ്ങൾ എന്നെ മിഷാർ ചെയ്തില്ല. നിങ്ങൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാക്ക് സ്തബ്ധനായി ചിരിക്കുന്നു. കമാൻഡർ, ഞാൻ ആരാണെന്ന് നിങ്ങൾ മറന്നോ? ഇല്ല, ആ മനുഷ്യൻ മറുപടി നൽകുന്നു. നിങ്ങൾ ജാക്കാണ്, ഫാങ് മർസണറി കോർപ്സിന്റെ നേതാവ്. ജാക്ക് ഒരു കൈ പുറകിൽ വെക്കുന്നു, പുഞ്ചിരിക്കുന്നു. പക്ഷേ രഹസ്യമായി ഒരു ട്രാക്കറെ പിടിച്ചു. ഭീരുക്കൾ വലിച്ചെറിഞ്ഞ ഒരു കുളത്തെപ്പോലെയല്ല, ബഹുമാനത്തോടെ യുദ്ധക്കളത്തിൽ മരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. കമാൻഡർ ഞെട്ടിപ്പോയി. അത് എങ്ങനെ മുഴങ്ങിയോ അതിന് ക്ഷമാപണം നടത്തുന്നു. ജാക്കിനു വേണ്ടി ഒരു അവസാന ദൗത്യം കൂടി തനിക്കുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കമാൻഡർ വിശദീകരിക്കുമ്പോൾ ജാക്ക് പിന്നിലേക്ക് ചാഞ്ഞു. ആവർത്തിച്ചുള്ള തോൽവികൾക്ക് ശേഷം അവരുടെ ഭാഗം കഴിഞ്ഞു. വിമത ബ്ലേഡുകൾ ഇതിനകം ക്രോഫോർഡ് ഹൌസിന്റെ കവാടത്തിലാണ്. ഓടിപ്പോകാൻ ഒരിടവുമില്ല. ഡബിൾ ക്വോട്ട്. ഈ സ്ഥലം പൂർത്തിയായി എന്ന് ജാക്ക് തൽക്ഷണം മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് അവസാനത്തെ ഒരു സ്കൗട്ടിംഗ് ജോലിയാണെങ്കിൽ പണം ശേഖരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അത് ചെയ്യും. അപ്പോൾ സത്യം പുറത്തുവരും. നാളെ വിമതർ ഒരു പൂർണ്ണ ആക്രമണം ആരംഭിക്കും. കമാൻഡർ മരിക്കുന്നതുവരെ സാധ്യമെങ്കിൽ തന്റെ യജമാനനെ രക്ഷപ്പെടാൻ കഴിയുന്നത്ര സമയം ജാക്ക് തങ്ങളെ തടഞ്ഞു നിർത്തണമെന്ന് കമാൻഡർ ആഗ്രഹിക്കുന്നു. വർഷങ്ങളുടെ അതിജീവനത്തിന് വിലയുള്ള ഒരു തിളങ്ങുന്ന പിങ്ക് വജ്രം അദ്ദേഹം ജാക്കിന് അവസാന പ്രതിഫലം കാണിക്കുന്നു. അദ്ദേഹം അത് ഒരു മടിയും കൂടാതെ വലിച്ചെറിയുന്നു. കമാൻഡർ, എന്താണ് ചെയ്യുന്നത്? ജാക്ക് കോപാകുലനായി മുന്നോട്ട് നടക്കുന്നു. ഞാൻ ഒരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരവ് ഞങ്ങളോട് മാംസക്കവചങ്ങളായിരിക്കാൻ പറയുന്നു. നമ്മൾ യുദ്ധം ചെയ്താലും നമുക്ക് നിമിഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ. അതിനുശേഷം വിമതർ നമ്മളെ പോകാൻ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഓർമ്മയുടെ ഒരു മിന്നൽ പിണർ മിന്നിമറയുന്നു. ജാക്കിന്റെ സ്ക്വാഡ് ഒരിക്കൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ പതിയിരുന്ന നൈറ്റ്സ് ഹൃദയമിടിപ്പിൽ അവരെ തുടച്ചു നീക്കി. വിമതർ ഒരിക്കലും മറന്നിട്ടില്ല. അവർക്ക് ജാക്കിന്റെ കൂലിപ്പടയാളികൾ വേട്ടയാടേണ്ട ഒരു ശത്രുവാണ്. ജാക്കിന് ബഹുമാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് കമാൻഡർ അലറുന്നു. ജാക്ക് അവന്റെ മുഖത്ത് ചിരിക്കുന്നു. ഞാൻ ഇതിനകം എത്ര കമാൻഡർമാരെ തലയാട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രഭു എനിക്ക് എന്തെങ്കിലും അർത്ഥമാക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ വിമതർ കമാൻഡർമാരെക്കാൾ ജാക്കിന്റെ തലയാണ് ആഗ്രഹിക്കുന്നത്. ജാക്ക് വിസമ്മതിച്ചാൽ അവൻ തന്നെ അവനെ വെട്ടിവീഴ്ത്തുമെന്ന് കമാൻഡർ മുന്നറിയിപ്പ് നൽകുന്നു. കുത്ത്. ജാക്ക് നിരാശനായി പിന്നോട്ട് മാറി. നിങ്ങൾ മറ്റു പ്രഭുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ഞാൻ കരുതി. നിങ്ങൾ ഏറ്റവും മോശക്കാരനാണെന്ന് തെളിഞ്ഞു. കമാൻഡർ ക്ഷമാപണം നടത്തുന്നു. ജി ആത്മാർത്ഥമായി. ജാക്ക് പുഞ്ചിരിക്കുന്നു. ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മരണം തികഞ്ഞതായിരിക്കും. വിമതർ നിങ്ങളുടെ തലയെ സ്നേഹിക്കും. കമാൻഡർ മരവിക്കുന്നു. നിന്റെ ജീവൻ യാചിക്കാൻ വേണ്ടി എന്റെ തല കൊടുക്കാൻ പോകുകയാണോ നീ? ജാക്ക് തലയാട്ടുന്നു. ഇല്ല. വിമതർ 2 തലകൾ കൊണ്ട് തൃപ്തരാകും. കമാൻഡർ തുറിച്ചു നോക്കുന്നു. 2 ആണോ? സ്വന്തം തല എന്നോട് പറയരുത്. ജാക്ക് നിശബ്ദമായി ഉത്തരം നൽകുന്നു. എന്റെ ആളുകൾ താഴെ നിന്ന് എന്നെ പിന്തുടർന്നു. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, കാരണം ഞാൻ അവരുടെ നേതാവാണ്. ഒരു നിമിഷം കമാൻഡർ പോലും നടുങ്ങി. അവൻ പറയുന്നു, ജാക്ക് അവന്റെ പ്രഭുവായിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു. ജാക്ക് അലറുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഒരു മിന്നലിൽ കമാൻഡർ അസാധ്യമായ വേഗതയിൽ നീങ്ങുന്നു. ഉരുക്ക് മിന്നിമറയുന്നു. രക്തം ഒഴുകുന്നു. ഒരു പ്രഹരം ഏൽക്കുന്നതിനു മുമ്പ് ജാക്ക് വെട്ടിവീഴുന്നു. അവൻ വീഴുമ്പോൾ വിടവ് ഇത്ര വലുതായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ചിന്തിക്കുന്നു. അതേ അവസരങ്ങൾ നൽകിയിരുന്നെങ്കിൽ അയാൾക്ക് എത്രത്തോളം പോകാൻ കഴിയുമായിരുന്നു. ഇരുട്ട് അവനെ വിഴുങ്ങുന്നു. പിന്നെ വെളിച്ചം, ഒരു ശബ്ദം. ഒരു ചെറിയ സുന്ദരിക്കുട്ടി അവനെ കുലുക്കി, അവനെ ഉണർത്താൻ കരയുന്നു. ജാക്കിന്റെ കണ്ണുകൾ വിടരുന്നു, പക്ഷേ ചലിക്കുന്ന കൈ അവന്റേതല്ല. എന്ത്? ഒരു കുട്ടി എന്നെ ഇപ്പോൾ അടിച്ചതാണോ? അവൻ താഴേക്ക് നോക്കുന്നു. ഒരു ഇളം ശരീരം, സുന്ദരമായ മുടി. ആ കുട്ടി അവനെ തിരിച്ചറിയാത്ത പേരിൽ വിളിക്കുന്നു. ജാക്ക് മരവിക്കുന്നു. എനിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയോ എന്തോ ഒരു കുഴപ്പം തോന്നുന്നു. ഒരു സുന്ദരി കുട്ടിയുടെ ശരീരത്തിൽ, ഇപ്പോൾ ഒരു സുന്ദരി ആൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ കുലുക്കുന്ന കുട്ടിക്ക് ചെറിയ കൈകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജീവിതകാലം മുഴുവൻ അവൻ ജീവിച്ചിരുന്ന ഈ മുറിവേറ്റ, തകർന്ന ശരീരം ഇവിടെയാണ്. എന്തുകൊണ്ടാണ് എല്ലാം വൃത്തിയുള്ളതും മിക്കവാറും പുതുമയുള്ളതുമായ മണം കാണുന്നത്? കരയുന്ന ഈ കുട്ടി ആരാണ്? ഒരു നിമിഷം മുമ്പ് അവൻ ജാക്കിന്റെ കവിളിൽ അടിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ദൈവത്തിന് നന്ദി, യുവയജമാനനെ. നീ മരിച്ചുപോയി എന്ന് ഞാൻ കരുതി. എന്റെ ഹൃദയം ഏതാണ്ട് നിലച്ചു. അവൻ കൂടുതൽ കരയുന്നു. അത് തുടർന്നിരുന്നെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ പരിചാരകൻ പോലും ബോധരഹിതനാകുമായിരുന്നു. നമ്മുടെ കുടുംബത്തിന് എന്തൊരു ദുരന്തമാകുമായിരുന്നു അത്. ജാക്ക് മരവിച്ചു. യുവയജമാനനെ, സ്വകാര്യ പരിചാരകൻ, കുടുംബം. യുദ്ധക്കളത്തിൽ മരിച്ച ഒരു കൂലിപ്പട്ടാളക്കാരന്റെ ജീവിതവുമായി ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ല. അവൻ വ്യക്തമായി ഓർക്കുന്നു. അവൻ മരിച്ചു. ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ എങ്ങനെ? അവൻ തന്റെ കൈകൾ, ശരീരം എന്നിവ ഉയർത്തുന്നു. ഇത് അവനല്ല. എല്ലാം ഒരുമിച്ച് ചേർത്ത ശേഷം ഒരു നിഗമനം അവനെ ചുറ്റിക പോലെ തട്ടുന്നു. അവൻ തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിലാണ്. അവൻ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നടക്കുന്നു. പ്രതിഫലനം കാണുന്ന നിമിഷം അവൻ നിർത്തുന്നു.
മനോഹരമായ ഒരു മാന്യമായ മുഖം, മൂർച്ചയുള്ള കണ്ണുകൾ, കുറ്റമറ്റ ചർമ്മം, പ്രഭുക്കന്മാരുടെ അഹങ്കാരം പ്രായോഗികമായി തുള്ളിച്ചാടുന്ന ഒരു ശരീരം. തീർച്ചയായും ഒരു മാന്യൻ, തീർച്ചയായും സമ്പന്നൻ, തീർച്ചയായും അവൻ മുമ്പ് യുദ്ധത്തിൽ ധരിച്ച കൂലിപ്പട്ടാളക്കാരനല്ല. അവൻ വിറക്കുന്ന ദാസന്റെ നേരെ തിരിഞ്ഞു. ഹേയ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതെ, യുവയജമാനനെ. ജാക്ക് ശാന്തമായി ചോദിക്കുന്നു. ഇപ്പോൾ ഏതു വർഷമാണ്? ദാസൻ കണ്ണുചുമുന്നു. നിങ്ങൾ മരുന്നിന്റെ ക്ഷീണം ഇപ്പോഴും കാണണം. സാമ്രാജ്യത്തിന്റെ 846 വർഷമാണിത്. ജാക്കിന്റെ കണ്ണുകൾ വിടർന്നു. 846 വയസ്സ്. മരിക്കുന്നതിന് 15 വർഷം മുമ്പാണ് അത്. അവൻ ഉണർന്നില്ല. അവൻ കാലത്തിലൂടെ സഞ്ചരിച്ചു. ഞെട്ടുന്നതിൽ അർത്ഥമില്ല. അവൻ തൽക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൻ ദാസന്റെ തോളിൽ കൈവയ്ക്കുന്നു. ആ കുട്ടി ശക്തമായി വിറയ്ക്കുന്നു. വെറുമൊരു പരിചാരകൻ അനുവാദമില്ലാതെ യുവയജമാനന്റെ ശരീരത്തിൽ തൊടാൻ ധൈര്യപ്പെട്ടു. ഞാൻ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ നിയമങ്ങൾ മാറിയോ? ആ കുട്ടി ഭയന്ന് തളർന്നു വീഴാൻ പോകുന്നു. ജാക്ക് മുന്നോട്ട് നീങ്ങി. ഇല്ലെങ്കിൽ എനിക്ക് ശരിയായി ഉത്തരം നൽകുക. ഞാൻ ആരാണ്? ദാസൻ തൽക്ഷണം മുട്ടുകുത്തി. ദയവായി എന്നോട് ക്ഷമിക്കൂ, യുവയജമാനനെ. ഞാൻ നേരത്തെ വളരെ പരിഭ്രാന്തനായിരുന്നു. നിങ്ങളുടെ പേര് ലൂസിയൻ വിൽഡിക്ക് എന്നാണ്, ഏറ്റവും വലിയ വിൽഡിക്ക് കുടുംബത്തിലെ മൂന്നാമത്തെ മകൻ. ജാക്ക് മരവിച്ചു. വിൽഡിക്ക്? ആ വിൽഡിക്ക്? അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഒരു ബാനർ മിന്നിമറയുന്നു. വിൽഡിക്ക് കുടുംബത്തിന്റെ പുരാതന കോട്ട. തലമുറകളായി സാമ്രാജ്യത്തിന്റെ ഒരു സ്തംഭം. രാജകുടുംബത്തിന് എതിരാളികളായ ശക്തമായ ഒരു കുലീന ഭവനം. 15 വർഷം മുമ്പ് ജാക്ക് വിൽഡിക്ക് ടെറിട്ടറിക്ക് സമീപം സേവനമനുഷ്ഠിച്ചിരുന്നു. ഒരു കാവൽക്കാരൻ. ഈ വീട് അവന് നന്നായി അറിയാമായിരുന്നു. ഇപ്പോൾ അവൻ അവരുടെ മൂന്നാമത്തെ മകനാണ്. ദുരിതവും ലജ്ജയും താഴ്ന്ന പദവിയും നിറഞ്ഞ ഒരു ജീവിതം, സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തമായ കുടുംബങ്ങളിൽ ഒന്നിലേക്ക് പുനർജനിക്കുന്നു. അവൻ മുഷ്ടി ചുരുട്ടുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്രത്തോളം ഉയരാൻ കഴിയുമായിരുന്നു. അവൻ കണ്ണാടിയിൽ പുഞ്ചിരിക്കുന്നു. ശരി, ഞാൻ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം നൽകും. സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അവൻ ജനൽ തുറന്ന് വിശാലമായ എസ്റ്റേറ്റിലേക്ക് നോക്കുന്നു. അവൻ കയറും. അവൻ അതിജീവിക്കും. അവൻ എഴുന്നേൽക്കും. ലൂസിയൻ ജാക്ക് സേവകനോടൊപ്പം ഇടനാഴിയിലൂടെ നടക്കുന്നു. ഒരു കൂലിപ്പണിക്കാരനായി അവൻ നിരവധി കുലീന എസ്റ്റേറ്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒന്നും തിളങ്ങുന്നില്ല. അവൻ വേഗത്തിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. വേലക്കാരി സേവകർ ഇടനാഴികളിൽ നിശബ്ദമായി ഗോസിപ്പ് ചെയ്യുന്നു, അവനെ ഒളിഞ്ഞു നോക്കുന്നു. അവർ എപ്പോഴും ഇങ്ങനെയാണോ നോക്കിയിരുന്നത്? ഇല്ല, എന്തോ കുഴപ്പമുണ്ട്. ലൂസിയൻ വിചിത്രമായ എന്തെങ്കിലും പഠിച്ചു. മുൻ ലൂസിയൻ 1 വർഷവും 2 മാസവും തന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. എന്തുകൊണ്ട്? ഒരു കുലീനനായ ആൺകുട്ടി എന്തിനാണ് സ്വയം പൂട്ടിയിടുന്നത്? അവൻ ആവശ്യമില്ലാത്തവനായിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് അവനെ പൂർണ്ണമായും അവഗണിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അവൻ ചിന്തിക്കുമ്പോൾ ആരെങ്കിലും അവന്റെ മുന്നിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. വീടിന്റെ കാര്യസ്ഥനായ ബട്ട്ലർ, മുഴുവൻ മാളികയും നിയന്ത്രിക്കാൻ മതിയായ അധികാരമുള്ള ഒരു മനുഷ്യൻ. മാസ്റ്റർ ലൂസിയൻ, അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതിനാൽ നിങ്ങളുടെ സുഖം പ്രാപിച്ചുവെന്ന കിംവദന്തികൾ സത്യമാണ്. ലൂസിയൻ ഉറച്ചു നിൽക്കുന്നു. എല്ലാവരിലും അയാൾക്ക് ഇതുവരെ കാര്യസ്ഥനെ കാണാൻ ആഗ്രഹമില്ലായിരുന്നു. ഈ മനുഷ്യന്റെ മൂർച്ചയുള്ള കണ്ണുകൾ പെരുമാറ്റത്തിലെ ഏതെങ്കിലും തെറ്റ് വെളിപ്പെടുത്തും. ജാക്ക് പെട്ടെന്ന് തന്റെ ഭാവം നേരെയാക്കി. മരിക്കുന്നതിന് നിമിഷങ്ങൾക്കു മുമ്പ് താൻ കൊന്ന കമാൻഡറെ, താൻ ഇതുവരെ അറിഞ്ഞിരുന്ന ഏറ്റവും കുലീനനായ മനുഷ്യനെ അനുകരിക്കുന്നു. ലൂസിയൻ മൃദുവായി പറയുന്നു, നിങ്ങളുടെ ആശങ്കയ്ക്ക് നന്ദി, സ്റ്റുവർട്ട് അറ്റ്വർത്ത്. ഞാൻ സുഖം പ്രാപിച്ചു, നിങ്ങളോട് നന്ദി. ഇത്രയും കാലം കഴിഞ്ഞ് കുടുംബകാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ പുറത്തുവന്നു. യാദൃശ്ചികമായി ഞങ്ങൾ കണ്ടുമുട്ടി. തീർച്ചയായും ഭാഗ്യം ഇന്ന് എന്റെ പക്ഷത്താണ്. ഡബിൾ ക്വോട്ട്. സ്റ്റുവാർഡ് സ്തബ്ധനായി, പക്ഷേ ആദരവോടെ തലയാട്ടുന്നു. യുവയജമാനനെ, വിൽഡിക്ക് കുടുംബം തികഞ്ഞ ക്രമത്തിലാണ്. ലൂസിയൻ പുഞ്ചിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കാവൽ നിൽക്കുന്നതിനാൽ ഒന്നും തെറ്റാകാൻ സാധ്യതയില്ല. ശരി. അവൻ സംശയാസ്പദമായി തോന്നിയില്ല. അവൻ അവഗണിക്കുന്ന രീതിയിൽ കൈവീശി. ഞാൻ ഇപ്പോൾ തിരിച്ചുവരും. ഇത്രയും കാലത്തിനിടെ ആദ്യമായി പുറത്തുപോയതിൽ ഞാൻ അല്പം ക്ഷീണിതനാണ്. യുവയജമാനനെ, സ്റ്റുവാർഡ് ഇടപെട്ടു. നിങ്ങൾ പോകുന്നതിനു മുമ്പ് ഒരാൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ലൂസിയൻ മരവിക്കുന്നു. അവന്റെ പുറകിൽ നിന്ന് ഒരു തണുത്ത വിയർപ്പൊഴുകുന്നു. നിമിഷങ്ങൾക്കു ശേഷം അവൻ ഒരു ഉയർന്ന മനുഷ്യന്റെ മുന്നിൽ നിൽക്കുന്നു. ശക്തമായ ഒരു പ്രഭാവലയം മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ലൂസിയന്റെ പിതാവ് ഗ്രാൻഡ് ഡ്യൂക്ക് സിഗ്മെന്റ് വിൽഡിക്ക്. ആ മനുഷ്യൻ അവനെ തുറിച്ചു നോക്കുന്നു, തണുത്തതും വായിക്കാൻ കഴിയാത്തതുമായ ഭാവം. അപ്പോൾ ഗ്രാൻഡ് ഡ്യൂക്ക് സംസാരിക്കുന്നു. എന്നോട് പറയൂ, ലൂസിയൻ, നീ എവിടെ പോയി? നീ ഇപ്പോഴും എങ്ങനെ ജീവിച്ചിരിക്കുന്നു?